നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താടാ മോനെ, അവളവിടെ ഉണ്ടായിരുന്നോ? അവളെ കണ്ടോ നീ? അവളോട് ഉണ്ടായിരുന്നു, അവളെ കാണുകയും ചെയ്തു. എന്നിട്ട് അവളെ അടിച്ചു പുറത്താക്കി ആട്ടി പായിച്ചില്ലേ? ഇല്ല, അതിനൊന്നും അച്ഛൻ സമ്മതിച്ചില്ല. അച്ചുവേട്ടാ, അച്ഛൻ പ്രിയയുടെ വശം പറഞ്ഞു എന്നാണോ? അച്ചുവേട്ടന്റെ വാക്കുകൾക്ക് വില തന്നില്ലേ? ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ കാണാൻ പോവാ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ വരൂ. പോയിട്ടൊന്നും ഒരു കാര്യമില്ല പൂജ. പ്രിയ സ്നേഹസ്ഥാനത്തിൽ തന്നെയായിരിക്കും ജീവിക്കുന്നതെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ തർക്കമായി. ഞാൻ പ്രിയെ വലിച്ചു പുറത്താക്കിയതാ. പക്ഷേ അച്ഛനതിന് സമ്മതിച്ചില്ല. ബെസ്റ്റ് അമ്മേ, ഇപ്പൊ എല്ലാം മംഗളം ശുഭമായി. നമുക്കെല്ലാവർക്കും കൂടി വല്ല ട്രെയിനിന് തല വയ്ക്കുന്ന നല്ലത്. ഇതിലും വലിയ അവഗണന വേറെ എന്താ ഉള്ളത്? അമ്മേ, നമുക്ക് സ്നേഹസദനത്തിൽ പോവാം. എന്നോട് അവള് ജയിക്കുന്നൊന്ന് കാണണം. വാ അമ്മേ, നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്തത് ഈ മധുമിത നടത്തി കാണിച്ചു തരാം. ഏയ്, അതൊന്നും വേണ്ട. ആരും അങ്ങോട്ട് പോകാൻ വേണ്ട. ദേ, ഇന്നെന്നല്ല, ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ആരും സ്നേഹസാധനത്തിലേക്ക് പോകുന്നില്ല. എടോ, സ്നേഹസ്ഥാനത്ത് നിന്ന് പ്രിയ ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഒരുപാട് ന്യായം പറഞ്ഞു. അച്ഛൻ അച്ഛൻ്റെതായ ന്യായങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ന്യായങ്ങളും ഉണ്ട്. വിശ്വനാഥൻ സാർ എന്ത് ന്യായമാ പറഞ്ഞത്? ഒരുപാട് പറഞ്ഞു. സത്യം, ധർമ്മം, ദയ ഇതൊക്കെ പറഞ്ഞു. നന്നാവാൻ ഒരു അവസരം കൊടുക്കണം, പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം, അങ്ങനെ ഒരുപാട് തത്വങ്ങൾ പറഞ്ഞു. അച്ഛൻ ശത്രുക്കളെയും സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതിനെ പഠിപ്പിക്കൽ എന്നല്ല പറയേണ്ടത്, വിവരക്കേടെന്നാ പറയേണ്ടത്. ഒരുത്തനെ സ്നേഹസദനത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. എന്നിട്ട് വിശ്വനാഥനാ കൊന്നതെന്ന് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. നിന്റെ ഉടുപ്പൊക്കെ അടിച്ചു മാറ്റി നീയായിട്ട് അഭിനയിച്ചു. ഇനി ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും എല്ലാം അറിയാം. എന്നിട്ട് രാക്ഷസിക്ക് വേണ്ടി ഇന്ന് ന്യായം പറയുന്നു. എന്നിട്ട് പൂജ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു. അച്ഛന്റെ വാക്കുകൾ കേട്ടാ ആർക്കും അദ്ദേഹത്തെ എതിർക്കാനൊന്നും പറ്റില്ല. ഞാനതുകൊണ്ട് ശക്തമായൊരു തീരുമാനം തന്നെ എടുക്കാം. ഇനി ഒരു സാഹചര്യത്തിലും എത്ര വലിയ ആവശ്യമാണെങ്കിലും ശരി, സ്നേഹസാധനവുമായിട്ട് നമുക്ക് ഒരു സഹകരണവും ഇല്ല. ഇതെല്ലാവർക്കും ബാധകമാണ്. അതെ അർജുൻ, നിന്റെ തീരുമാനം ഒരു ശരിയായ തീരുമാനമാ. അവിടെ ചെന്നിനി ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അകന്നു നിൽക്കാം. പൂജ എന്തോന്നും പറയാത്തത്? ഈ തീരുമാനം പൂജയ്ക്കും ബാധകമാണ്. അതല്ല, നിനക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ലെന്നുണ്ടോ? അച്ഛനെ വളരെ സ്നേഹിക്കുന്ന ആള് തന്നെയാ ഞാൻ. പക്ഷേ അച്ഛൻ ഇപ്പൊ എടുത്ത തീരുമാനം ഒട്ടും ശരിയായില്ല. എനിക്ക് പ്രധാനം അജുവേട്ടന്റെ അഭിപ്രായമാ. ഒരിക്കലും ഞാൻ സ്നേഹസദനത്തിലേക്ക് പോവുകയോ അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെടുകയോ ചെയ്യില്ല. ആ വസന്തൻ തൽക്കാലം അവിടെ തുടരട്ടെ. വസന്തൻ അവിടെ നിൽക്കുന്നത് നമുക്കൊരു ബലവാ. അതെ, അങ്കിൾ അവിടെ പോകുന്നത് നല്ലതാ. അജുവേട്ട, പ്രിയ എന്താ പറഞ്ഞ? അവക്ക് പറയാനാണ് വിഷയം കിട്ടാത്തത്. എടോ, കാല് പിടിക്കുകയും കണ്ണീരൊഴുക്കും കരയും ഒക്കെ ചെയ്തു. അവിടെ കൊണ്ടുവന്നില്ലേ ആ കുഞ്ഞ്? അതിനിപ്പോ പ്രിയ നോക്കുന്നത്. ആ കൊള്ളാം. കൊന്നും കൊല്ലിച്ചും അറപ്പു മാറിയ കൈകളിലാ കുഞ്ഞിനെ വളർത്താൻ കൊടുത്തിരിക്കുന്നു. ഞാൻ വസന്തനെ വിളിച്ച് പറയാം, പ്രിയെ കൊണ്ട് കുഞ്ഞിനെ തൊടിക്കരുതെന്ന്. ദേഷ്യം വരുമ്പോ പ്രിയ ചിലപ്പോ അതിനെ ഞെക്കി കൊന്നു കളയും. ആന്റി, എന്താ? ആ കുഞ്ഞിനെ അങ്ങ് വിട്ടേക്ക് ആന്റി. എല്ലാത്തിലേക്കും അതിനെയും കൂടി വലിച്ചിടണ്ട, വിട്ടേക്ക്. ഞാൻ വിടാം മോളെ. ഞാൻ കുഞ്ഞിനെ വിട്ടാലും പ്രിയ വിടുമെന്ന് തോന്നുന്നില്ല. അവൾ ആ കുഞ്ഞിനെ അപായപ്പെടുത്തും. അജുവേട്ട, എനിക്ക് പേടിയാവുന്നു. നമുക്ക് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആന്റി, ഏറ്റവും നിർണായകമായ ഒരു വിഷയത്തിൽ തീ പിടിച്ച് എല്ലാവരും ഇവിടെ നിൽക്കുക. മനസ്സിനെ ഉലയ്ക്കുന്ന കാര്യങ്ങൾ ദയവ് ഇതോടെ പറയരുത്. മധുമിത എന്തു പറഞ്ഞാലും കുറ്റമാണല്ലോ. മതി, ഇനി ഇതിലൊരു സംസാരം വേണ്ട.
സ്നേഹസാധനവുമായിട്ടുള്ള സകല ബന്ധവും നമ്മളിവിടെ അവസാനിപ്പിക്കുക. അതെ, ആ അധ്യായം കഴിഞ്ഞു.